ഹലോ ഹായ് എല്ലാവർക്കും ലേഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ജനുവരി മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾക്കറിയാലോ, എന്താണ്? ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും, കേട്ടല്ലോ. ഇനിയിപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ആയിക്കോട്ടെ, +2 കഴിഞ്ഞ കുട്ടി ആയിക്കോട്ടെ, ഇനി ഡിഗ്രി കഴിഞ്ഞ കുട്ടി ആയിക്കോട്ടെ, PG കഴിഞ്ഞ കുട്ടി ആയിക്കോട്ടെ, ഏതൊരു വിദ്യാർത്ഥികൾക്കും തുടർ പഠനമാണ് വേണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. അതല്ല ഇനി ജോലിയാണ് വേണ്ടെങ്കിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ജോലി ചെയ്യാനാണ് താല്പര്യം, +2 കഴിഞ്ഞ് എനിക്ക് ജോലി ചെയ്യാനാണ് താല്പര്യം, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോസും അക്കാദമിക് അപ്ഡേറ്റ്സും ജോബ് അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ ബിക്കം എ നേവി ഓഫീസർ ബൈ സ്റ്റഡിയിങ് BTech ഫോർ ഫ്രീ. അതായത് സൗജന്യമായിട്ട് BTech പഠിച്ചിട്ട് നേവി ഓഫീസർ ആവാൻ ഉള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. യു ക്യാൻ നൗ അപ്ലൈ ടു സ്റ്റഡി അറ്റ് ദ നേവൽ അക്കാദമി. കണ്ടോ, നോക്കാം നമുക്ക്. വിച്ച് ഓപ്പറേറ്റ് ആസ് പാർട്ട് ഓഫ് ഇന്ത്യൻ നേവി അറ്റ് ഏഴിമല നിയർ കണ്ണൂർ ആൻഡ് ഒബ്റ്റെയിൻ എ BTech ഡിഗ്രി. അതായത് നേവി ഓഫീസർ കയറിയിട്ട് എന്താ BTech ഡിഗ്രി എടുക്കാം. ഏതില്? അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. എന്താണ് പറയുന്നത്? അതായത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ട് കണ്ണൂരിനടുത്ത് ഏഴിമലയിൽ പ്രവർത്തിക്കുന്ന നാവിക അക്കാദമിയിൽ പഠിച്ചിട്ട് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇവ ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവ ഏതെങ്കിലും ഒന്ന് BTech ഡിഗ്രി കരസ്ഥമാക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി ഫ്രീ എന്നുള്ളതാണ് അടുത്ത ഒരു അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രൊസീജിയർ അല്ല. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെ കുറിച്ച് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കേട്ടല്ലോ. ഇനി ആഫ്റ്റർ സ്റ്റഡിങ് ദർ ഈസ് ഓൾസോ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി ആൻ അപ്പോയിന്റഡ് ആസ് എ നേവൽ ഓഫീസർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അതില് അപ്പൊ ഗേൾസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ട് ജനുവരി 19 വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ until January 19. Candidates who qualify 10 +2 cadet entry scheme will get a fixed commission കിട്ടുന്നതായിരിക്കും. പിന്നെ there is a total of 44 seat in this. അതായത് ടോട്ടൽ 44 സീറ്റുകളാണുള്ളത് കേട്ടോ. 44 സീറ്റുകളാണുള്ളത് in this course which will start in July 2026. ജൂലൈ 2026 സ്റ്റാർട്ട് ചെയ്യുക. ജനുവരി 19 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ജനുവരി 19 അവൻ വെയിറ്റ് ചെയ്യരുത്, വേഗം അപ്ലൈ ചെയ്യുക. ദീസ് വിൽ ബി ഡിവൈഡ് ഇൻടു എക്സിക്യൂട്ടീവ്. അതായത് 44 സീറ്റ് എന്ന് പറഞ്ഞല്ലോ, അതിൽ എക്സിക്യൂട്ടീവ് സീറ്റും ഉണ്ട്, ടെക്നിക്കൽ സീറ്റും ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ബ്രാഞ്ചസും ഉണ്ടായിരിക്കും ആസ് പെർ ദ റിക്വയർമെന്റ്. ദെൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിവാഹിതരായിട്ടുള്ള ബോയ്സിനും ഗേൾസിനുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവിവാഹിതരായിട്ടുള്ള ബോയ്സിനും ഗേൾസിനും മാത്രമാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൽ 7 സീറ്റ് കൊടുക്കുന്നത് ഗേൾസിനാണ് കേട്ടോ. ഗേൾസിനാണ് 7 സീറ്റ് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്? ബർത്ത് ഡേറ്റ് ഷുഡ് നോട്ട് ബി ബിഫോർ January 2, 2007 or after July 1, 2009. മനസ്സിലായല്ലോ? അതായത് ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എത്ര ശതമാനം മാർക്ക് വേണം? 70% മാർക്കാണ് വേണ്ടത്. 70% മാർക്ക് ഏതിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയിൽ 70% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പോരാ, ഇംഗ്ലീഷിൽ എത്ര മാർക്ക് വേണം? 50% മാർക്കും വേണം. കഴിഞ്ഞിട്ടില്ല മക്കളെ, ഇനിയുണ്ട്. ഗുഡ് ഐസൈറ്റ് ആൻഡ് എക്സലന്റ് ഹെൽത്ത് ആർ മാൻഡറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാം, നേവൽ ഓഫീസർ ആണ്. അപ്പോൾ ഗുഡ് ഐസൈറ്റ് ആൻഡ് എക്സലന്റ് ഹെൽത്ത് ആർ മാൻഡറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പ്രൈമറി സെലക്ഷൻ, ഇതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. ഇതിൽ പ്രൈമറി സെലക്ഷൻ എന്ന് പറയുന്നത് CRL അഥവാ കോമൺ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലായിരിക്കും. ഏത് എക്സാമിന്റെ? JEE മെയിൻ പേപ്പർ 1 ഫോർ BTech 2025. അപ്പോൾ എൻട്രി എക്സാമിന്റെ ബേസിസിലായിരിക്കും എന്തുണ്ടാവുക? പ്രൈമറി സെലക്ഷൻ വരുന്നത് കേട്ടോ.
അപ്പോൾ ആഫ്റ്റർ ഡിസൈഡിങ് ഒരു കട്ട് ഓഫ് മാർക്ക് അവർ വെക്കും, അതിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ള മെറിറ്റ് ലിസ്റ്റിൽ കയറിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വിൽ ബി ഇൻവൈറ്റഡ് ഫോർ ദി 5-day സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോ ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് +2-ല് 70% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഓക്കെ, ഏതില് +2-ല് ഏതിനൊക്കെ സബ്ജക്റ്റിന്, അതായത് ടോട്ടൽ 70% അല്ല മക്കളെ ഉദ്ദേശിക്കുന്നത്, മാത്സിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ മാത്സിൽ 70%, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി സെലക്ഷൻ എന്ന് പറയുന്നത് കോമൺ റാങ്ക് ലിസ്റ്റ്, ആ ഒരു JEE മെയിൻ പേപ്പർ 1-ന്റെ CRL വരുന്ന റാങ്ക് ലിസ്റ്റ് ബേസിസ് ചെയ്തിട്ടായിരിക്കും. അതിൽ നിന്ന് മെറിറ്റിലേക്ക് എടുക്കുന്ന കുട്ടികളെ എന്തുണ്ട് ഇനി അടുത്തൊരു ഇന്റർവ്യൂ കൂടിയുണ്ട്. ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ വളരെ എളുപ്പത്തിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി അല്ലെ. The interview will be held from interview എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു 5-day സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ്. അത് എപ്പോഴാണ് നടക്കുന്നത്? മാർച്ച് തൊട്ടാണ് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത ആൻഡ് വിശാഖപട്ടണം സെന്റേഴ്സ്, ഈ 4 സെന്ററാണ് ഉള്ളത്. അവിടെ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ ഒരു കോംപ്രിഹെൻസീവ്, ഇതെന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. എന്താണ്? കോംപ്രിഹെൻസീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ദോസ് ഹു ആർ ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിൽ ഗെറ്റ് എ ട്രാവൽ ഡോക്യുമെന്റ്. അപ്പൊ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ട്രാവൽ ഡോക്യുമെന്റും കിട്ടും. They will also have to undergo a medical examination. നമ്മൾ പറഞ്ഞു ഗുഡ് ഐസൈറ്റും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഹെൽത്തും മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും, കേട്ടല്ലോ. പിന്നെ പറയാനുള്ളത് those who are selected based on that merit as per SSB marks will be given 4 years of training. അവിടെയാണ്, അതായത് നിങ്ങൾ +2-ല് നല്ല മാർക്കോടെ പാസ്സായി, SSBയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് BTech നമുക്കറിയാം 4 വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ ഇതിലും 4 വർഷത്തെ ട്രെയിനിങ് ആണ്. പക്ഷേ എന്തില്ല? നോ ഫീസ് വിൽ ബി ചാർജ് ഫോർ ദ സ്റ്റഡി. പഠിക്കാൻ ഒരൊറ്റ പൈസ പോലും വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താ പറയാ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. അതുപോലെ തന്നെ ബുക്സ്, പുസ്തകങ്ങള്, അക്കോമഡേഷൻ, ഫുഡ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിൽ ഓൾസോ ബി ഫ്രീ. ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന, അതായത് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഈ ഒരു കടമ്പകൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പഠിക്കുകയും ചെയ്യാം. പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോലിയും കിട്ടും. എന്നാൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. കാര്യം BTech ആണ് കയ്യിൽ കിട്ടാൻ പോകുന്നത്. BTech കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേവി ഓഫീസർ ആവാനായിട്ട് പോവുകയാണ്. ഗേൾസിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 7 seats are available for girls. നമുക്ക് പോരുത് കേട്ടോ. ഇനി those who completed the course will be appointed as the permanent commission officer. കണ്ടോ, permanent commission officer ആയിട്ട് അപ്പോയിന്റഡ് ആവാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യവും മറന്നു പോകരുത്, കേട്ടല്ലോ. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പാർട്ട് ഫ്രം ദ ഹൈ സാലറി ദർ ആർ മെനി അതർ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദീസ് SSB ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് ആർ അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റിൽ ഇതൊക്കെ ലഭ്യമാണ്. വീണ്ടും പറയുകയാണ്, ജനുവരി 19 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.joinindiannavy.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ അല്ലേ. ഇനി 1 person can submit only 1 application. അത് ശ്രദ്ധിക്കുക കേട്ടോ. വേറെ പേരുകൾ നമുക്കറിയാം, ഡിഫൻസ് ആണ്. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആപ്ലിക്കേഷൻ അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. സോ വേറെ പരിപാടികൾക്കൊന്നും പോകരുത്. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഫ്യൂച്ചർ ആണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ജാനുവരി 19 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.